എല്ലാവർക്കും നമസ്കാരം. കുട്ടികൾക്കൊരു ചങ്ങാതിയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് രാമായണത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ്. എന്നാൽ എല്ലാവർക്കും അത്ര അറിയപ്പെടുന്നതുമായിരിക്കില്ല. പക്ഷേ വളരെ ശാന്തമായി ആരും അറിയാത്ത ഒരു കഥാപാത്രമാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം തന്നെയാണെന്ന് പറയാം. നമുക്ക് കഥ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാവും. 14 വർഷത്തെ വനവാസത്തിന് ശേഷം രാമലക്ഷ്മണന്മാർ സീതാദേവിയോടുകൂടെ തിരിച്ചെത്തിയപ്പോൾ അയോധ്യാനിവാസികളെല്ലാവരും അവരെ കാണുവാൻ കൊതിച്ചോടി. എന്നാൽ ഊർമിളയെ മാത്രം കണ്ടില്ല. ഊർമിള ആരാണെന്നറിയണ്ടേ? ഊർമിള ലക്ഷ്മണൻ്റെ പത്നിയാണ്, ലക്ഷ്മണൻ്റെ ഭാര്യയാണ്, സീതാദേവിയുടെ സഹോദരി. ഊർമിളയെ മാത്രം കണ്ടില്ല. ലക്ഷ്മണൻ നോക്കിയപ്പോൾ ബാക്കി എല്ലാവരും എത്തിയിട്ടുണ്ട്, അയോധ്യ നിവാസികളെല്ലാം. ലക്ഷ്മണൻ തൻ്റെ പത്നിയെ തേടി ചെന്നപ്പോൾ ഊർമിള അടുക്കളയിലാണെന്ന് അറിയാൻ കഴിയും. അദ്ദേഹം അടുക്കളയിലോട്ട് ചെന്നു. ലക്ഷ്മണൻ എല്ലാവർക്കുമുള്ള ആഹാരം പാകം ചെയ്യുന്ന തിരക്കിലായിരുന്നു. ദാസിമാരോടൊപ്പം നിന്ന് തൻ്റെ ഭർത്താവിനും ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിയമ്മയ്ക്കും ഉള്ള ഭക്ഷണം പാകം ചെയ്യുന്ന തിരക്കിലായിരുന്നു ഊർമിള. കാരണം 14 വർഷമായി വനത്തിലായിരുന്നു. ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊന്നും കഴിച്ചിട്ടില്ല. അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ ഉള്ള തിരക്കിലായിരുന്നു. ലക്ഷ്മണനെ കണ്ടപ്പോൾ വേഗം തന്നെ ഊർമിള എന്ന് തൻ്റെ പതിയുടെ പാദങ്ങളിൽ നമസ്കരിച്ച് വീണ്ടും ജോലി തുടർന്നു. അങ്ങനെ തൻ്റെ ജോലിയിലേക്ക് തന്നെ മടങ്ങി, അടുക്കളയിലുള്ള ആ ദാസിമാരെ സഹായിക്കാൻ. അപ്പോൾ ലക്ഷ്മണൻ വിചാരിച്ചു, ഇനി വനവാസത്തിന് കൂടെ കൂട്ടാത്തതുകൊണ്ടുള്ള പരിഭവമോ അതോ ഇത്രയും കാലം പിരിഞ്ഞിരുന്നപ്പോഴുണ്ടായ വിരക്തിയോ എന്നൊക്കെ ഓർത്ത് ലക്ഷ്മണൻ്റെ മനസ്സ് ഒന്ന് അസ്വസ്ഥമായി. തന്നോടൊപ്പം കൊണ്ടുപോകാൻ സാധിക്കത്തില്ല, ഇവിടെ അമ്മമാരെയൊക്കെ നോക്കി ഊർമിള കൊട്ടാരത്തിൽ തന്നെ കഴിഞ്ഞോളൂ, ജ്യേഷ്ഠത്തിയമ്മയും പോരുകയല്ലേ, അമ്മമാർ 3 പേരുമില്ലേ, പ്രായവുമായിട്ടുണ്ട്, അച്ഛൻ്റെ കാര്യങ്ങളും നോക്കണം, അച്ഛനും ചേട്ടൻ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിയും ഞാനും ഒക്കെ പോയ വിഷമത്തിലല്ലേ, അവരെയൊക്കെ നോക്കി ഊർമിള ഇവിടെ കഴിയൂ എന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ ഒട്ടും എതിർപ്പ് പറയാതെ അങ്ങയുടെ ആജ്ഞ പോലെ ചെയ്യാം, അങ്ങയുടെ ഇഷ്ടം അതാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിന്നുകൊള്ളാം എന്ന് ഊർമിള പറഞ്ഞു. ഒരു മടിയും കൂടാതെ സമ്മതിച്ചു. വളരെ ശ്രദ്ധയോടുകൂടി 3 അമ്മമാരുടെയും കാര്യങ്ങളും പിതാവിൻ്റെ കാര്യങ്ങളും എല്ലാം ഊർമിള വളരെ ശ്രദ്ധയോടെ തന്നെ എല്ലാം നോക്കുകയുണ്ടായി. ആരോടും ഒരു പരിഭവം പറയാതെ, ആരോടും തൻ്റെ ജോലികളൊന്നും ആരെയും ഏൽപ്പിക്കാതെ എല്ലാം കൃത്യമായി തന്നെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് രാത്രിയിൽ ലക്ഷ്മണൻ നോക്കുമ്പോഴേ രാമൻ ഊർമിളയുടെ അന്തഃപുരത്തിലേക്ക് പോകുന്നത് കണ്ടു. ലക്ഷ്മണൻ വിചാരിച്ചു, മര്യാദാ പുരുഷോത്തമനായ ജ്യേഷ്ഠൻ തന്നെയാണോ ഇത് എൻ്റെ അന്തഃപുരത്തിലേക്ക് പോകുന്നത്, ഊർമിളയുടെ അടുക്കലേക്ക് പോകുന്നത് എന്ന് ഒരു സംശയം ലക്ഷ്മണന് തോന്നി. ലക്ഷ്മണൻ ജ്യേഷ്ഠനെ പിന്തുടർന്നു. രാമൻ അറിയാതെ പുറകെ ചെന്നു. നോക്കുമ്പോൾ ശ്രീരാമദേവൻ ഉറങ്ങിക്കിടക്കുന്ന ഊർമിളയുടെ പാദങ്ങൾ തൊട്ട് ശിരസിൽ നിൽക്കുന്നു. അത് അപ്പോഴത്തേക്കും പെട്ടെന്ന് ഊർമിള ഉണർന്നു. ജ്യേഷ്ഠൻ തൻ്റെ ഊർമിളയുടെ പാദത്തിൽ കൈ വെച്ചപ്പോൾ ശ്രീരാമൻ ഊർമിളയുടെ പാദത്തിൽ കൈകൊണ്ട് സ്പർശിച്ചപ്പോൾ പെട്ടെന്ന് ഊർമിള ഉണർന്നു. ആ കരസ്പർശമേറ്റ് ദേവി ഞെട്ടി. എന്നിട്ട് ചോദിച്ചു, രാമദേവനെ കണ്ട അതിശയത്തോടെ ചോദിച്ചു, അങ്ങ് എന്താണ് ഈ ചെയ്തത്? അങ്ങ് എൻ്റെ പാദം തൊട്ട് വന്ദിക്കോ? എല്ലാവരാലും വന്ദിക്കപ്പെടേണ്ട അങ്ങ്, ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ പോലും വന്ദിക്കുന്ന അങ്ങ് എൻ്റെ പാദം തൊട്ട് വന്ദിക്കോ? അത് ഉടനെ രാമൻ പറഞ്ഞു, ദേവി സ്ഥാനം കൊണ്ട് അനുരക്തിയാണ്, എങ്കിലും നിന്റെ ത്യാഗത്തിൻ്റെ മുൻപിൽ ഞാൻ കേവലം ശിശുവാണ്. ഈ പാദത്തിൽ നമിക്കാൻ മാത്രമേ എനിക്കാകൂ, വേറൊന്നും എനിക്ക് നിനക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കില്ല, എനിക്ക് അതിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പം ശ്രീരാമൻ ഊർമിളയോട് പറയുകയാണ്, ഭവതിയുടെ ആ ത്യാഗം ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് രാവണ നിഗ്രഹമൊക്കെ കഴിഞ്ഞ് ഇത്ര ഇതായിട്ട് മടങ്ങി വരാൻ സാധിച്ചത്. എൻ്റെ കർമ്മങ്ങളെല്ലാം ഭംഗിയായി പൂർത്തീകരിക്കാൻ എനിക്ക് സാധിച്ചത് ദേവിയും സീതയെ പോലെ എൻ്റെ ലക്ഷ്മണൻ്റെ കൂടെ വരുമായിരുന്നെങ്കിൽ ലക്ഷ്മണൻ എന്നെ നന്നായി പരിപാലിക്കാനും എനിക്ക് പല കാര്യങ്ങളിലും അവൻ താങ്ങായി നിന്നിരുന്നു. എൻ്റെ ദുഃഖത്തിലും എൻ്റെ സുഖത്തിലും എൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നോക്കാൻ ലക്ഷ്മണന് ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് സാധിച്ചത് അവൻ എന്നെ കാര്യങ്ങളൊക്കെ നോക്കിയതുകൊണ്ടാണ്. അങ്ങനെ നീ സമ്മതിച്ചില്ലായിരുന്നു, നീയും
സീതയെപ്പോലെ കൂടെ വന്നിരുന്നെങ്കിൽ ലക്ഷ്മണൻ ഇത്ര വളരെ ശ്രദ്ധയോടെ എന്നെ പരിപാലിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നീയെ പൂജിക്കപ്പെടേണ്ടവളാണ് എന്ന്. മാത്രമല്ല ദേവി ഇവിടെ ഉള്ളതുകൊണ്ട് മാതാവ് കൗസല്യയെ വേണ്ട പോലെ ശുശ്രൂഷിച്ചു കൊള്ളുന്ന സമാധാനം എനിക്കുണ്ടായിരുന്നു. 3 അമ്മമാരെയല്ലേ ഞാൻ ഏൽപ്പിച്ചിട്ട് പോയത്. അച്ഛനെയും നീ എത്ര ഭംഗിയായി അതെല്ലാം കൈകാര്യം ചെയ്തു, നീ ഒറ്റയ്ക്ക്, അതൊക്കെ എനിക്കറിയാം എന്ന് ശ്രീരാമൻ പറഞ്ഞു. ഏത് കർമ്മവും കൃത്യനിഷ്ഠയോടെയും സമാധാനത്തോടെയും നിർവഹിക്കുവാൻ ആദ്യം ഗ്രഹത്തിൽ സമാധാനം വേണം. എല്ലാം മനസ്സിലാക്കി വേണ്ടതുപോലെ ഗ്രഹം പരിപാലിക്കാൻ ഉത്തമയായ ഗൃഹസ്ഥിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതുകൊണ്ടെല്ലാമാണ് ഞാൻ ദേവിയെ നമിച്ചത്. ഉടനെ പറയും, പകൽ സമയത്തായാൽ ലക്ഷ്മണനും ദേവിയും ഇതിനെന്നെ അനുവദിക്കത്തില്ല. ഞാൻ പകൽ സമയത്ത് നിൻ്റെ പാദത്തിൽ തൊട്ട് വന്ദിക്കാൻ വന്നാൽ ലക്ഷ്മണനും നീയും സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് രാത്രിയിൽ നീ ഉറങ്ങിക്കഴിഞ്ഞാകാം എന്ന് കരുതി വന്നത് എന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ടുകൊണ്ട് ലക്ഷ്മണൻ വെളിയിൽ നിൽക്കുകയാണ്. ശ്രീരാമചന്ദ്ര പ്രഭു, അങ്ങയുടെ അനുഗ്രഹത്താലാണ്, ഒന്നുകൊണ്ടാണ് എനിക്കിതെല്ലാം സാധ്യമായത്. കാരണം വനവാസത്തിന് പോകുമ്പോൾ അങ്ങയോടുള്ള അതിരറ്റ ഭക്തി മൂലം എൻ്റെ പതി അങ്ങയോടുകൂടി വരാൻ ആഗ്രഹിച്ചപ്പോൾ ഞാൻ ഒരു തടസ്സവും കൂടാതെ അങ്ങയുടെ കൂടെ അയച്ചത്. അങ്ങയോടുള്ള ഭക്തിയും സഹോദര സ്നേഹവും കൊണ്ടാണ്. സഹോദര സ്നേഹത്തിൽ ശ്രീരാമൻ അങ്ങനെയാണ്. ഭരതനും ശത്രുഘ്നും ശ്രീരാമനും ലക്ഷ്മണനും അവർ ഭയങ്കര സഹോദര സ്നേഹമുള്ളവരായിരുന്നു. അപ്പോൾ പറയും, പക്ഷേ എൻ്റെ വിരഹ ദുഃഖത്തെപ്പറ്റി അദ്ദേഹം ഒട്ടും തന്നെ ചിന്തിച്ചില്ല. അങ്ങയോടൊപ്പം അദ്ദേഹം വരുന്നു എന്ന് പറഞ്ഞതല്ലാതെ ഞാൻ വരുന്നോ എന്നോ അങ്ങനെയുള്ള ആശ്വാസവാക്കുകളൊന്നും എന്നോട് പറഞ്ഞില്ല. എന്നോട് പറയാതാണ് അങ്ങനെയൊക്കെ ആശ്വാസവാക്കുകൾ അങ്ങാണ് എന്നോട് പറഞ്ഞത്. ആ സമയത്തും അങ്ങ് എൻ്റെ അടുത്തെത്തി എന്നെ സമാധാനിപ്പിച്ചില്ലേ. എന്നിട്ട് അപ്പോൾ ഞാൻ അങ്ങയോട് ഒരു വരം ആവശ്യപ്പെട്ടിരുന്നു. എന്താണെന്ന് അങ്ങ് ഓർക്കുന്നുണ്ടോ? ഒരു നിമിഷം പോലും എൻ്റെ പതിയെ പിരിഞ്ഞിരിക്കുവാൻ, ആ വിഷമം, പതിയെ പിരിഞ്ഞിരിക്കുന്ന വിഷമം എനിക്കുണ്ടാവരുത്. സദാ ഞാൻ പതിയോടുകൂടി സന്തോഷത്തോടെ ഇരിക്കുന്നു എന്നുള്ള ചിന്തയായിരിക്കണം എൻ്റെ മനസ്സിൽ. രാത്രിയിൽ ഉറക്കം വരാതെ, നിദ്ര വരാതെ കിടക്കുമ്പോഴും എനിക്ക് എൻ്റെ പതി കൂടെ ഉണ്ടെന്നുള്ള തോന്നൽ ഉണ്ടാകണം എന്ന് ഞാൻ അങ്ങയോട് ആവശ്യപ്പെട്ടപ്പോൾ അങ്ങ് അതുപോലെ തന്നെ ആകും എന്ന് ആശ്വസിപ്പിച്ചു തന്നെ. അതുകൊണ്ട് ആ വരവാണ് എന്നെ ഈ സർവ്വകർമ്മങ്ങളും ഒരു വിഷമവും കൂടാതെ, ഒരു ചുതിയുമില്ലാതെ ഭംഗിയായി അനുഷ്ഠിക്കാൻ എന്നെ പ്രാപ്തയാക്കിയത് അങ്ങയുടെ സ്നേഹവും അങ്ങ് തന്ന ആ അനുഗ്രഹവുമാണ്. പതിയോടുകൂടി ആനന്ദത്തിൽ ഇരിക്കുന്ന പതിവ്രതയായ പത്നിക്ക് മാത്രമേ നല്ല ഗൃഹസ്ഥയാകാനും കഴിയൂ. ഇതെല്ലാം കേട്ടു നിന്ന ലക്ഷ്മണൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കൂടാതെ ലക്ഷ്മണൻ തൻ്റെ നിദ്രാദേവിയോട് ഒരു വരം ആവശ്യപ്പെട്ടിരുന്നു. വനവാസത്തിന് പോകുന്ന സമയത്ത് ശ്രീരാമചന്ദ്രനോടൊപ്പം വനവാസത്തിന് പോകുമ്പോൾ നിദ്രാദേവിയെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ദേവി, എനിക്ക് ജ്യേഷ്ഠനോടൊപ്പം വനവാസത്തിന് പോകുമ്പോൾ രാത്രിയിലും ഉറക്കം വരാതെ, നിദ്ര വരാതെ അവിടുന്ന് എന്നെ കാത്തുകൊള്ളണം. ഞാൻ രാത്രിയിൽ ഉറങ്ങിപ്പോയാൽ ജ്യേഷ്ഠന് എന്തെങ്കിലും ആപത്ത് വന്നാൽ ഞാൻ അറിയില്ലല്ലോ. അതുകൊണ്ട് രാത്രിയിലും എനിക്ക് നിദ്ര വേണ്ട. പകല് നിദ്രയില്ലാത്തതുപോലെ പകലും രാത്രിയിലും എനിക്ക് നിദ്ര വേണ്ട എന്ന് ആവശ്യപ്പെട്ടിരുന്നു. നിദ്രാദേവി പറഞ്ഞു, അതിന് ഈ രാത്രിയിൽ ഉറക്കം വരത്തില്ലെങ്കിൽ അതിന് പകരം ഈ ഉറക്കം ആർക്കെങ്കിലും കൊടുക്കണം. അങ്ങനെ ലക്ഷ്മണൻ ഊർമിളയോട് പറയുന്നു, ഊർമിളെ, എൻ്റെ രാത്രിയിലെ ഉറക്കം കൂടി നിനക്ക് തരുന്നു. അങ്ങനെ ഒരു ഇതും ലക്ഷ്മണൻ ഊർമിളയ്ക്ക് നൽകി. ഊർമിള പറഞ്ഞു, ശരി, അങ്ങയുടെ ഇഷ്ടം എന്താണോ അതുപോലെ. അത്ര പതിവ്രതയും ഭർത്താവിനോടുള്ള സ്നേഹവും ഭഗവാനോടുള്ള ഭക്തിയും എല്ലാം നിറഞ്ഞ ഒരു ശ്രീരത്നം തന്നെയായിരുന്നു ഊർമിള. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് രാമായണത്തിലെ അറിയപ്പെടാത്ത ഒരു കഥാപാത്രമാണെങ്കിലും രാമായണത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന രാമൻ്റെ ഈ രാവണ നിഗ്രഹത്തിനും വനവാസത്തിനും എല്ലാം ഒരു തടസ്സവും കൂടാതെ ചെയ്യാൻ സഹായിച്ച ഒരു അറിയപ്പെടാത്ത ഒരു വ്യക്തി തന്നെയാണ് രാമായണത്തിലെ കഥാപാത്രമായ ഊർമിള എന്നുള്ളത്. ഇതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത്. ഈ ഊർമിളയുടെ ഭക്തിയും ഊർമിളയുടെ ത്യാഗവും എല്ലാം. ലക്ഷ്മണനെ രാമനോടൊപ്പം പോന്നപ്പോൾ ഒരു വിഷമവും കൂടാതെ എല്ലാം ഭംഗിയായി നിർവഹിക്കാൻ കഴിഞ്ഞത് ഊർമിളയുടെ ഗ്രഹത്തിൽ താമസിച്ച് തൻ്റെ അമ്മമാരെ നോക്കിക്കൊള്ളാം എന്നുള്ള ആ വാക്കുകൾ കൊണ്ടാണ് ലക്ഷ്മണനും ഒരു വിഷമവും കൂടാതെ ശ്രീരാമനോടൊപ്പം വനത്തിൽ പോകാനും അവരെയൊക്കെ സഹായിക്കാനും കഴിഞ്ഞതെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു സ്ത്രീരത്നമായിരിക്കണം നമ്മൾ. എന്നാലേ ആ ഒരു സ്ത്രീയുടെ ഇതാണ് ആ ഗ്രഹത്തിൽ ശാന്തി, അവളുടെ
ശക്തിയും ഊർജവും എല്ലാം ആണ് ആ ഗ്രഹത്തിൻ്റെ താങ്ങും തണലുമായി നിൽക്കുന്നത്. അതാണ് ഒരു സ്ത്രീക്ക് വേണ്ടത് എന്ന് നമുക്ക് ഊർമിളയിൽ നിന്ന് മനസ്സിലാക്കാം. എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഒരു കഥയുമായി ഉടനെ എത്തുന്നതാണ്.